നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കൊറോണയുടെ അല്ലെങ്കിൽ COVID-19 ഇഷ്യൂ കാരണം വേൾഡ് വൈഡെല്ലാം ലോക്ക്ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ US നിന്നാണ്. US ഒക്ലഹോമ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു ഹെൽത്ത് വർക്കറാണ്, നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം കുറച്ച് അപ്ഡേറ്റ്സ്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള അപ്ഡേറ്റ്സുകളെല്ലാം നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും മെസ്സേജ് പറയുന്ന പോലെ തന്നെ സെൽഫ് ഐസൊലേഷൻ, ക്വാറൻറ്റൈൻ, അതേപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസിങ്, വ്യക്തി ശുചിത്വം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ എന്താ പറയുക, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ അപ്രീഷിയേറ്റീവായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഹെൽത്ത് വർക്കേഴ്സ്, നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് എല്ലാവരും അല്ലെങ്കിൽ ഇത്രയും അതിനെ സ്പ്രെഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് ലെവലിനെ, ആ കേർവിനെ കുറച്ചും കൂടെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞതിൽ അവർക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനമാണ്. രാത്രിയും പകലും എന്ന് ഇല്ലാതെ വണ്ണം ഒരുപാട് അധ്വാനിച്ചു. പക്ഷേ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അമേരിക്കയിൽ അല്ലെങ്കിൽ ഇവിടെ അത് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയൊരു ഫെയിലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഓരോ ആൾക്കാരെയും കണ്ടുപിടിച്ച് ട്രേസ് ചെയ്ത് അവർ പോയ റൂട്ട് മാപ്പ് വരെ കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു വലിയ ഒരു സ്റ്റേറ്റാണ്. അല്ലെങ്കിൽ വലിയൊരു സ്റ്റേറ്റിലും നമുക്ക് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ട്രേസിങ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ആൾക്കാരുടെ ഫ്രീഡം ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് ഒരു വലിയൊരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരാളെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അതൊരു മെയിനായിട്ടുള്ളൊരു കാര്യം. ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഇവിടെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ സ്റ്റേജ് 3 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരൊക്കെ പോസിറ്റീവാണ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് പോസിറ്റീവ് എന്നുള്ളത്. കാരണം പോസിറ്റീവായി നോൺ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ട് പോകുമ്പോഴും അവർ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജിമ്മ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. എന്നാൽ തന്നെയും ആൾക്കാരെ നമുക്ക് പിടിച്ച് അല്ലെങ്കിൽ മാൻഡേറ്ററി ഐസൊലേഷൻ അല്ലെങ്കിൽ പിടിച്ചിരുത്തി ഐസൊലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതെല്ലാം ഈ ഫ്രീഡം ഓഫ് അല്ലെങ്കിൽ അവരുടെ അമെൻമെൻറ്റിനകത്തുള്ള ഒരു കാര്യമാണ്. നമുക്കൊരാളെ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇപ്പം ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐസൊലേഷനിൽ ഇരിക്കുന്ന ഒരാൾ ചാടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങൾ ഓരോരോ രീതിയിൽ നമുക്ക് അവരെ ലോ ഇമ്പോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ലേറ്റർ ഓൺ ചിലപ്പോൾ ഒരു പക്ഷേ അതങ്ങനെ സംഭവിച്ചെന്നിരിക്കാം. ഇതിപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പ്രെഡ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം. ന്യൂയോർക്ക് പോലുള്ള അത്ര തിക്ക് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂയോർക്ക്, കാലിഫോർണിയ, അങ്ങനെയുള്ള ഏരിയയിൽ. ഒക്ലഹോമയിൽ അത്രയും സ്പൈക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ട്രെയിനുകളില്ല, മെട്രോകളില്ല. എല്ലാവരും ഇൻഡിവിജ്വലായിട്ടുള്ള വണ്ടികളിലാണ് പോകുന്നത്. പോയി വരും അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ ഒക്കെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് ഏത് സമയവും ഇപ്പോൾ ഒരു ശാന്തമായിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു 5 to 10 ഡേയ്സിനുള്ളിൽ എന്താ സംഭവിക്കണതെന്ന് അറിയാൻ പറ്റില്ല. ഒരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ തന്നെയും ഐസൊലേറ്റ് ചെയ്യേണ്ട ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ടവരെന്നാൽ അതൊരു എഫക്റ്റീവ് മെത്തേഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യമാണത്. അത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ
നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് ഡോക്ടേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ ഡോക്ടേഴ്സ് മിക്കവാറും ഉള്ളവരെല്ലാം ഈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, അവർക്ക് ഡോക്ടേഴ്സ് ഓഫീസുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ പേഷ്യൻ്റ് ടു ഡോക്ടർ എന്നുള്ള ഒരു കണക്ഷനാണ്. ദെൻ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസും പേഷ്യൻ്റ് ഡോക്ടർ എന്നുള്ള ഒരു സംഭവമാണ്. ഹോസ്പിറ്റൽസ് ജസ്റ്റ് ഡോക്ടേഴ്സിനെ ഇപ്പം ഞാനൊരു ഡോക്ടറാണെങ്കിൽ എനിക്ക് എൻ്റെ പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് ഇന്ന ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോയിട്ട് ഇത് ചെയ്തോ എന്ന് പറയാം. അല്ലാതെ ഹോസ്പിറ്റൽ ഹയർഡ് ഡോക്ടേഴ്സ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ മാത്രം ഹോസ്പിറ്റൽ ഹയർ ചെയ്തിരിക്കുന്നത്. അതും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം അല്ല നമ്മുടെ ഗവൺമെൻറ്റിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട്. ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്നല്ല, അതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിലാണ് ഇത് പോകുന്നത്. അമേരിക്കൻ മെഡിക്കൽ സിസ്റ്റം ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇൻഷുറൻസ് പ്ലസ് ഡോക്ടർ പ്ലസ് പേഷ്യൻ്റ്, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഒരു മാസീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അതിനൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം വളരെ ഇതാണ്. കാരണം ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൺട്രോൾ ഉള്ളതുകൊണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഉണ്ടായതുകൊണ്ട് അവർക്കത് ഗവൺമെൻറ് തലത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഇൻഷുറൻസ് കമ്പനിയോട് ബാർഗെയിൻ ചെയ്തിട്ട് വേണം ആ ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇമ്പോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാർ പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് പൈസ കിട്ടത്തില്ല, ഡോക്ടേഴ്സിന് പൈസ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അതാണ് ഇവിടെ ഡിലേ ആകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. എനിവേ, ഹോപ്പ് എവറിത്തിങ് വിൽ കാം ഡൗൺ എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു 4th സ്റ്റേജിലേക്ക് പോയി കഴിയുമ്പോൾ ഇറ്റ് ഈസ് വെരി ബാഡ്. അത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് 350 അല്ലെങ്കിൽ 400 ബെഡ്സേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ പോട്ടെ മാക്സിമം 500 കാണത്തുള്ളൂ. പുറത്ത് പോസിറ്റീവ് കേസസ് കറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് പോലും അറിയില്ല അവർ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പം അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പം എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് ഒരു പാനിക് സിറ്റുവേഷൻ തന്നെയാണ്. ഒരു സിസ്റ്റം ഫെയിലിയർ ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് പേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാസീവ് പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. പേഷ്യൻസ് സിക്കാവും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന നഴ്സസിനോ ഡോക്ടേഴ്സിനോ ഇനഫായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സിൻ്റെ കുറവ് കാരണം അവരും ഇൻഫെക്റ്റഡാണ്. അവർ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ 500 സ്റ്റാഫുകളുണ്ടെങ്കിൽ 250 പേര് അതിനകത്ത് സിക്കായാൽ ഓവർ ബേർഡൻ ടു 250 പേഷ്യൻസിനെ, അല്ലെങ്കിൽ 250 സ്റ്റാഫിനെയും കൊണ്ട് ഇത്രയും മാസീവ് ക്രൗഡിനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവൻച്വലി അത് വീക്കനാവാൻ തുടങ്ങും. ആ വീക്കനായി തുടങ്ങുമ്പോഴത്തേന് പിന്നെ പേഷ്യൻസിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ട് വരും, മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെയാണ് ഒരു സിസ്റ്റം ഫെയിലിയർ ആകുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ മാനേജിങ് സിസ്റ്റം ഫെയിലിയർ ആകുന്നത്. ഇപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവായതുകൊണ്ട് എല്ലാവരും അവരവരുടെ വാഹനത്തിൽ പോകുന്നു, സാധനം മേടിക്കും, തിരിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് പബ്ലിക്കിൽ എക്സ്പോസ്ഡ് ആകുന്നില്ല, അല്ലെങ്കിൽ ലിമിറ്റഡ് എക്സ്പോഷർ മാത്രമാണ് ഉള്ളത്. അതൊരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ 50 കേസ് മാത്രമാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ മോർ പോസിറ്റീവ് കേസസ് ഔട്ട്സൈഡിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുമ്പോഴത്തേനും, അല്ലെങ്കിൽ 10-15 ദിവസം കഴിയുമ്പോഴത്തേനും അതിന് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ആ സിംറ്റംസ് കാണിക്കുമ്പോഴത്തേനും ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരും. ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഒരു പക്ഷേ മാസീവ് എമൗണ്ട് ഓഫ് പീപ്പിൾ ആയിരിക്കും വരുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാമായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ICUs ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് എലക്റ്റീവ് സർജറീസ് എല്ലാം മാറ്റിവെച്ച് നമ്മൾക്ക് എന്താ പറയുക, അത്യാവശ്യം ഹോസ്പിറ്റൽ ബെഡുകൾ അവൈലബിൾ ആക്കിക്കൊണ്ട് പ്രത്യേകം
അല്ലെങ്കിൽ വാർഡുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു അപ്ഡേറ്റ്. ഞാനൊരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ ഇങ്ങനെ ഇത്രയും സിറ്റുവേഷനൊക്കെ വന്നതുകൊണ്ട് ഞാനതിനെ ഒന്ന് ഇവിടുത്തെ സിറ്റുവേഷൻ എന്തുവാണെന്നൊന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അടുത്ത ഒരു വ്ലോഗ് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് നിൽക്കുക, വീടിന് പുറത്തിറങ്ങാതിരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക. ഹെൽത്ത് വർക്കേഴ്സുമായിട്ടും മറ്റുള്ള ഗവൺമെൻറ്റുമായിട്ടും അവർ പറയുന്നതിന് കാരണമുണ്ട്. ആ കാരണം അതിൻ്റെ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുക. ഓക്കെ, അപ്പം സ്റ്റേ സേഫ്.